മഹാരത്നങ്ങൾ കിട്ടിയതുകൊണ്ട് ദേവന്മാർ സന്തുഷ്ടരായില്ല. ഭീമവിഷം കൊണ്ട് ഭയന്ന് പിന്മാറിയില്ല. അമൃത് കിട്ടാതെ പ്രയത്നം നിർത്തിയില്ല. നിശ്ചിത ലക്ഷ്യത്തിൽ നിന്ന് ധീരന്മാർ പിന്തിരിയില്ല എന്നാണ് ഭർതൃഹരി പ്രസ്താവിച്ചത്. കസ്യത്വം കഃ കൂത ആയാത കസ്യത്വം കഃ കൂത ആയാത. ധനത്തെ മാത്രം ഭജിക്കുന്നവർക്ക്. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ്, ഏയ് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമില്ല, എനിക്കിങ്ങനെയൊന്നുമില്ല, എനിക്ക് മകനെയൊന്നും പേടിയില്ല, ഒക്കെ വെറുതെ പറയുക എന്ന് ചിലപ്പോൾ ഒരാൾക്ക് തോന്നാം. അപ്പോഴാണ് അടുത്ത പദം സർവത്രൈഷാ വിഹിതാരീതി. അപ്പോൾ ഈ തമോ ഗുണത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, രജോഗുണത്തിനെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ പറ്റും. ആ പ്രഭാവം കുറയ്ക്കുന്നതാണ് നമ്മളിവിടെ ഈ മഹിഷി നിഗ്രഹമായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. തമോ ഗുണത്തിനെ ഇല്ലാതാക്കുക. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം, നിദ്ര, മടി, ഇതൊക്കെയാണ് തമോ ഗുണമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം 6:30 സന്ധ്യാദീപം.